മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാർ IHRDയിൽ വിവിധ പദവികൾ നേടിയതിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. 1997 വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത അരുൺകുമാറിനെ IHRD അസിസ്റ്റന്റ് ഡയറക്ടറാക്കിയത് മുതൽ 2023 ഡയറക്ടർ ഇൻ ചാർജ് ആക്കിയതുവരെ രാഷ്ട്രീയ സ്വാധീനമാണ്. വി.എസിന്റെ മകനെന്ന ലേബലിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുവെന്നും സാങ്കേതിക സർവകലാശാല അക്കാഡമിക് ഡീൻ ഡോക്ടർ വിനു തോമസ് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഇത് ഏറെക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ വലിയ ചർച്ചയായ ഒന്നാണ്. വി.എസിന്റെ മകനായ പരിഗണന വി.എ. അരുൺകുമാറിന് കിട്ടി. IHRDയിലെ നിയമനം അങ്ങനെ ആ വഴിക്കായിരുന്നു, മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ ഇതിപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം വരികയാണ്. വീണ്ടും ഈ വിവാദം, ഈ വിഷയം സജീവ ചർച്ചയാകാൻ പോകുന്നു അല്ലേ? കൃഷ്ണരാജ്, ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ വി.എ. അരുൺകുമാർ IHRDയുടെ പദവികൾ നേടിയതെന്ന് എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. എന്തായാലും പൊതു താൽപ്പര്യ ഹർജിയിലാണ് ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാല അക്കാഡമിക് ഡീൻ ഡോക്ടർ വിനു തോമസ് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അരുൺകുമാറിനെ IHRDയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി 1997 നിയമിച്ചിരുന്നു. അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് IHRDയിൽ 1997 വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത അരുൺകുമാറിനെ IHRDയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. പിന്നീട് 2003 ഡയറക്ടർ ഇൻചാർജ് ആക്കിയതുവരെ രാഷ്ട്രീയ സ്വാധീനത്താലാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. കാരണം വലിയ യോഗ്യത വേണ്ട ഒരു പദവിയിലേക്ക് യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അരുൺകുമാറിൻ്റെ നിയമനം എന്നായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. മാത്രമല്ല, ഒരു ദിവസത്തെ അധ്യാപന പരിചയം പോലും ഇല്ലാത്ത അരുൺകുമാറിനെ പ്രിൻസിപ്പളായി നിയമിച്ചു. ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ പൊതുതാൽപ്പര്യ ഹർജി പോയത്. എന്തായാലും ഹൈക്കോടതി ഇതിൽ സത്യവാങ്മൂലം നൽകാനായി സാങ്കേതിക സർവകലാശാല അക്കാഡമിക് ഡീൻ ഡോക്ടർ വിനു തോമസിനോട് പറഞ്ഞിരുന്നു. ഇതിലാണ് ഇപ്പോൾ വിനു തോമസ് എതിർ സത്യവാങ്മൂലം നൽകിയത്. IHRD ഡയറക്ടർ ഇൻചാർജ് എന്ന നിലയിലുള്ള തൻ്റെ സ്വാധീനം സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ച് പരിശോധിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അരുൺകുമാറിൻ്റെ അപ്പീലിലാണ് വിനു തോമസിൻ്റെ മറുപടി. എന്തായാലും അരുൺകുമാറിന് ആ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ഒരു ദിവസം പോലും അധ്യാപന പരിചയമില്ലാത്ത അരുൺകുമാറിനെ പ്രിൻസിപ്പളായി നിയമിച്ചതായും അഡീഷണൽ ഡയറക്ടർ അഭിമുഖത്തിൽ നിയമവിരുദ്ധമായി അരുൺകുമാറിന് മാർക്ക് നൽകിയതായും ഒക്കെ ഈ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അരുൺകുമാറിൻ്റെ നിയമനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൊണ്ടുള്ളതാണ് എന്ന് തന്നെയാണ് ഈ ഒരു എതിർ സത്യവാങ്മൂലത്തിൽ ഡീൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്, ശരി. വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാർ IHRDയിൽ വിവിധ പദവികൾ നേടിയതിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.